ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരം ഇന്ന് 55-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ആശമാർ നിരാഹാര സമരം തുടങ്ങിയിട്ട് ഇന്ന് 16-ാം ദിവസമാണ്. മന്ത്രിയുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെന്ന ഇന്നലെ സമരസമിതി അറിയിച്ചെങ്കിലും ഇനി ചർച്ച നടത്തേണ്ട കാര്യമില്ല എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ പ്രതികരണം. ആശാവർക്കർമാരുടെ ഓണറേറിയം വർധനവടക്കം പഠിക്കാൻ കമ്മിറ്റി എന്ന തീരുമാനത്തിൽ ഉറച്ചാണ് സർക്കാർ നിൽക്കുന്നത്. കമ്മിറ്റി നിയോഗിക്കാനുള്ള തീരുമാനത്തെ CITUവും INTUCയും പിന്തുണച്ചിരുന്നു. ജിബിൻ ജെബി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. വളരെ ആശയറ്റ ജീവിതമാണ് ആശാപ്രവർത്തകർക്ക് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. ഈ തൊഴിലാളികൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന, തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനയായ CITUവും INTUCയും ഇവരെയും കൈയൊഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇനി ഒരു പരിഹാരം? ചർച്ച വേണ്ട എന്നാണ് പറയുന്നത്. ഇനി ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് അതിന്മേൽ എന്ത് മാറ്റം എന്നാണ് ഇവർക്ക് ലഭ്യമാവുക? മോത്തി, അത് തന്നെയാണ് ഈ ആശമാർ പറയുന്നത്. കാരണം കഴിഞ്ഞ 55 ദിവസമായി അവർ ഈ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. 16-ാമത്തെ ദിവസമാണ് ഈ നിരാഹാരവും പിന്നിടുന്നത്. അപ്പോൾ ഇത്രയും ദിവസം തങ്ങൾ സമരം ചെയ്തിട്ടും അന്നൊന്നും വയ്ക്കാത്ത ഒരു സമിതി വെച്ച് ഇനി എന്തിനാണ് പഠനം നടത്തുന്നത്? കാരണം തങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തങ്ങൾ വ്യക്തമായി മന്ത്രിയെയും ഈ മറ്റുള്ള ട്രേഡ് യൂണിയൻ ഭാരവാഹികളെയൊക്കെ തന്നെ നേരത്തെ അറിയിച്ചതാണ്. പിന്നെയും എന്തിനാണ് ഇനി ഒരു സംയുക്ത സമരം എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടത്തിയ ചർച്ചയിൽ മന്ത്രി മുന്നോട്ട് വെച്ച ആശയത്തെ INTUC, CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ അംഗീകരിച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ ആശമാർക്ക് കഴിയില്ല. കാരണം അവർ കഴിഞ്ഞ 55 ദിവസമായി സമരം ചെയ്യുകയാണ്. അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുക, അവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുക, ഈ ഒരു വിരമിക്കൽ ആനുകൂല്യം, അവർ ഇത്രയും വർഷത്തെ ജോലി പൂർത്തിയാക്കി പോകുമ്പോൾ ഒരു വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നുള്ള ആ ഒരു കാര്യം കൂടിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കടുത്ത മഴയായിരുന്നു. അപ്പോഴും ഈ ആശമാരൊക്കെ ഈ ഒരു പന്തലിലാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. ചേച്ചി, ഇപ്പോൾ ഈ 16-ാം ദിവസം നിരാഹാരം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു സംയുക്ത സമരത്തിന് ചർച്ചയ്ക്കില്ല എന്നുള്ളൊരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് ഇനി പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞങ്ങൾ ഈ 55 ദിവസമായി സമരം ചെയ്യുമ്പോൾ ഈ ഓണറേറിയം വർധനമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയെ വെച്ച് പഠിച്ച് വർദ്ധിപ്പിക്കേണ്ടുന്നൊരു കാര്യമല്ല. അത് 1000 രൂപയെന്ന് 7000 രൂപയെന്ന് മാത്രമല്ല, ഇവിടെ KV തോമസിൻ്റെ ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചത് ഏത് കമ്മിറ്റി പഠിച്ചിട്ടാണ്? അപ്പോൾ ഇവിടെ അതൊന്നും ഒരു കമ്മിറ്റി പഠിച്ചിട്ടല്ല. ഇവിടെ ഈ ഖജനാവിൽ നിന്ന് പണം കുത്തിച്ചോർത്തി വലിയ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നത് ഏത് കമ്മിറ്റി പഠിച്ചിട്ടാണ്? അപ്പോൾ അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല, നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമല്ല. ഇപ്പോൾ പാവപ്പെട്ട തൊഴിലാളികൾ വേതന വർധനവ് ആവശ്യപ്പെടുമ്പോൾ കമ്മിറ്റി വെച്ച് പഠിക്കട്ടെ എന്ന് പറയുന്നത് അത് ഈ സമരത്തെ ഒതുക്കാൻ വേണ്ടി മാത്രമാണ്. വേറൊന്നും ഞങ്ങൾ അതിനകത്ത് വിവരം കൂടി നമുക്ക് ലഭ്യമാകാനുണ്ട്. കേന്ദ്രത്തിലേക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് ഇവിടുന്ന്, ഇവരെ തൊഴിലാളികളായി പരിഗണിക്കണം എന്നത് പറഞ്ഞുകൊണ്ട്. അതിൻ്റെയും മറുപടിയൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. എല്ലാം കൂടി ചേർത്ത് കമ്മിറ്റി പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ഇവർക്ക് എന്നാണ് ഇനി ഇവരുടെ ഓണറേറിയം വർധനവ് ഉണ്ടാവുക എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഇതും ഇങ്ങനെ തന്നെ അവസാനിക്കുമോ എന്നതാണ്. ആശയറ്റ ജീവിതത്തിലൂടെയാണ് ഈ ആശാവർക്കർമാർ കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ. ജിബിൻ ജെബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ജിബിന് നല്ല ദിവസം ആശംസിക്കുന്നു. ഒപ്പം ഈ ആശാവർക്കർമാർക്കും നല്ല ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ.